നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കത് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ കാണാന്നോ എസ് ഐ പറഞ്ഞത്? അയാളെ വിശ്വസിക്കാമല്ലോ അല്ലേ? ഇതിന്റെ ഒറിജിനൽ നമ്മുടെ കയ്യിലുണ്ടല്ലോ, പിന്നെന്താ? അതും ശരിയാ. വെയിറ്റ് ചെയ്ത് മുടിച്ചു. ഏയ് ഇല്ല. എവിടെ വീഡിയോ? ഈ ഇൻസുലിൻ വച്ചിരുന്നത് എവിടെയാ? ഫ്രിഡ്ജില്. ആ സ്ഥലം എത്ര പേർക്ക് അറിയാം? എനിക്കറിയാം, ദേവികയ്ക്കറിയാം, പിന്നെ ശരത്തിനറിയാം. ഇതാരാ സ്ത്രീ? അമ്മയാ. എന്ന് വെച്ചാ കിടപ്പിലായ മനോഹരന്റെ ഭാര്യ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നാളെ അവർ എന്റെ മുമ്പിലും പറയൂ. അതാണ് സാർ പ്രശ്നം. ശരത്തിന് ദോഷം വരുന്ന ഒന്നും അമ്മ ചെയ്യില്ല. അപ്പം പിന്നെന്ത് ചെയ്യും? ഈ വീഡിയോ തെളിവായിട്ടെടുക്കാൻ പറ്റില്ലേ സാർ? അതൊക്കെ എടുക്കാം. പക്ഷെ ഈ സ്ത്രീയുടെ മൊഴി വളരെ ക്രൂഷ്യലാണ്. ഇവര് നാളെ ഇത് മാറ്റി പറഞ്ഞ ഈ തെളിവിന്റെ വിശ്വാസ്യത പോവും. എന്ന് വെച്ച് നിരാശപ്പെടുകയൊന്നും വേണ്ട. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരത്തിനെ കൊടുക്കണം, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്. അതെന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. നിങ്ങൾ ശരത്തിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ എത്രയും വേഗം പിടിയിലായേ പറ്റൂ. അതിന് ഞാനും ശ്രമിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവും. ശരി. വന്ന് വന്ന് എന്ത് തോന്നിവാസം പറയാനായോ നിനക്ക്? നീ അനാഥ പെണ്ണൊന്നും അല്ല. നാളെയാണ് കല്യാണം എന്ന് പറയുമ്പോ അങ്ങ് സമ്മതിച്ചു തരാൻ. ഇപ്പൊ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ആ ദിവസം കല്യാണം നടത്തിയാ മതി. അമ്മ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ആ ദിവസം നടത്താൻ പറ്റാത്തതുകൊണ്ടല്ലേ നാളെ നടത്താൻ പോകുന്നേ. നിങ്ങൾക്കൊക്കെ ഒന്ന് സഹകരിച്ചാൽ എന്താ? എടി, ഞാൻ ഇപ്പോഴും പറയുന്നു, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒഴിവാക്കാൻ. നിന്റെ ജീവിതം അവൻ കുട്ടിച്ചോറാക്കും. ഞാൻ എന്തായാലും പിന്മാറുന്ന പ്രശ്നമില്ല. കിട്ടുന്നെങ്കിൽ അത് ശരവണനെ, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ മാത്രം സമ്മതിച്ചാ പോരല്ലോ, നിരഞ്ജനോടും കൂടി ഒന്ന് പറയണ്ടേ? അത് അമ്മായി വിളിച്ചു പറഞ്ഞാ മതി. മാഷേട്ടിന് എന്റെ അവസ്ഥ എന്തായാലും മനസ്സിലാവും. എടി, ആ ശരവൺ എന്ന് പറയുന്നവൻ ആരെയോ പേടിക്കുന്നുണ്ട്. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്നത് കഷ്ടമല്ലേ? ഞങ്ങളുടെ കയ്യില് ആവശ്യത്തിന് കാശുണ്ട്. കാശ് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നം അമ്മായി ഉള്ളത്? എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നേരിട്ടോളാം. അപ്പൊ നീ നശിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നശിക്കാനല്ല അമ്മായി, രക്ഷപ്പെടാൻ തന്നെ എന്റെ തീരുമാനം. അതിനുള്ള ഏക വഴിയാ അമ്മായി ഈ കല്യാണം. അതുകൊണ്ടാ നാളെ എങ്കിൽ നാളെ എന്ന് ഞാൻ സമ്മതിച്ചത്. ഈ കല്യാണം നാളെ നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചാലും അത് നേരിടാൻ ഞാൻ തയ്യാറാ. എന്ത് വേണേ ചെയ്യ്. നശിക്കാൻ ഒരാൾ സ്വയം തീരുമാനിച്ചാ നമുക്കത് തടയാൻ പറ്റില്ലല്ലോ. അമ്മേ, ഞാനൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അമ്മ അത് ചെയ്തു തരോ? ഇല്ല. അതെന്താ? എനിക്ക് ഗുണമുള്ളതായിരിക്കില്ല നീ ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മ, ഞാനത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാലല്ലേ അമ്മേ പറയാൻ പറ്റൂ? വേണ്ടടി, ചോദിക്കുന്നത് നീ ആയതുകൊണ്ട് എനിക്കത് നേരത്തെ അറിയാം. ഇതിനെയാ മുൻവിധി എന്ന് പറയുന്നത്. ഈ മുൻവിധി നല്ലതല്ല അമ്മേ. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിലേ വേഗം അത് ചോദിച്ചിട്ട് പോവാൻ നോക്ക്. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചിലപ്പോ ഇവിടെ പോലീസ് വരാൻ സാധ്യതയുണ്ട്. എന്തിന്? ശരത്തിനെ അന്വേഷിച്ചായിരിക്കും അവര് വരുന്നത്. അതിന് അവൻ എന്ത് തെറ്റാ ചെയ്തത്? അതൊക്കെ അവര് പറഞ്ഞോളും. അവനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ സത്യം സത്യമായിട്ട് അമ്മ പറയാവൂ. അച്ഛനിങ്ങനെ കിടക്കാൻ കാരണം ആരാണെന്ന് ചോദിച്ചാൽ അമ്മ എന്താ പറയാ? നീയാണെന്ന് പറയും. അതെങ്ങനെയാ അമ്മ ഞാനാവുന്നത്? അച്ഛൻ വീഴാൻ കാരണം ശരത്തല്ലേ? നിർത്തടി. അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് ഇതാണല്ലേ? അവന് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ
അവൻ നേരത്തെ ഇതൊക്കെ മണത്ത് കണ്ടുപിടിച്ചത്. നീ ഇതുപോലത്തെ നെറുകേട് കാണിക്കൂന്ന് അവൻ മുന്നറിയിപ്പ് തന്നിരുന്നു. ഓ, അപ്പൊ അമ്മയ്ക്ക് അറിയായിരുന്നു. അറിയായിരുന്നു. പക്ഷേ നിന്റെ ഒരു ശ്രമവും നടക്കില്ല. ശരത്തിന് കുരുതി കൊടുക്കുന്ന ഒന്നും ഞാൻ പറയില്ല, ചെയ്യേയില്ല. അച്ഛനും ശരത്തും ശത്രുക്കളായിരുന്നു പറയാലോ, അത് സത്യമല്ലേ? അച്ഛന് ശത്രുതയുണ്ടായിരുന്നു. അത് നീയായിട്ട് ഉണ്ടാക്കിയെടുത്ത ശത്രുതയായിരുന്നു. അപ്പോഴൊന്നും ശരത്തിന് ഒരു ശത്രുതയില്ലായിരുന്നു. അമ്മ, അത് നുണയല്ലേ? ശരത്തിന് എന്നോടും അച്ഛനോടും നല്ല ദേഷ്യം ഉണ്ടായിരുന്നില്ലേ? പലതും പറഞ്ഞ് പലതവണ ഞങ്ങള് വഴക്കിട്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. അവന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നെ കൊണ്ട് ചെയ്യിക്കാന്ന് നീ കരുതുക വേണ്ട. ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ ഞാൻ ഓരോന്ന് പറയുന്നത്. പിന്നെ ശരി, അമ്മയ്ക്ക് വയ്യെങ്കിൽ വേണ്ട. പക്ഷെ ചെയ്ത കുറ്റത്തിന് ശരത്തിനെ പോലീസ് കൊണ്ടുപോയിരിക്കും, അതുറപ്പാ. അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? കല്യാണത്തിന് ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് അവൾ ഇങ്ങനെ ചെയ്താ കല്യാണം എങ്ങനെ നടക്കും? കല്യാണം മുടക്കാൻ വേണ്ടിയാണല്ലോ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാ നിന്നോട് ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ അവക്ക് തോന്നിയത്. ആരോടും ഒന്നും പറയാതെ എല്ലാം രഹസ്യമായിട്ട് അവള് ചെയ്തിരുന്നെങ്കിൽ പോലീസ് വരുമ്പോഴല്ലേ നമ്മളെല്ലാം അറിയുമായിരുന്നുള്ളൂ. അവളാ പരാതിക്കാരിന്ന് ഉറപ്പാ. അതുകൊണ്ട് തന്നെ അത് കള്ളപ്പരാതിയായിരിക്കും. നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മേ? എന്ത് ചെയ്യാൻ? നേരിടണം. ആദ്യം ചെയ്യേണ്ടതേ ഈ കാര്യം ശരത്തുമനെ അറിയിക്കുക എന്നുള്ളതാ. അവൻ വേണം ഇതിനൊരു തീരുമാനം എടുക്കാൻ. ശരത്ത് ഇവിടുന്ന് മാറി നിൽക്കോ മറ്റോ ചെയ്യോ? അപ്പൊ കല്യാണം മുടങ്ങില്ലേ? യോ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ പറ അവനോട്. എന്തായാലും അവനോട് സൂചിപ്പിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും. ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ വന്നല്ലോ. നീ വിഷമിക്കാതിരിക്കും പാർവതി. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? എന്നാലും നമ്മളോട് അവൾ ഇങ്ങനെ ചെയ്തല്ലോ അമ്മേ. പാർവതി, ആരെങ്കിലും അന്ന് എന്തെങ്കിലും പരാതി കൊടുത്തു എന്ന് കരുതി പോലീസ് വന്ന ഉടനെ പ്രതി അങ്ങ് അറസ്റ്റ് ചെയ്യുകയൊന്നുമില്ല. കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കും. ഈ കേസിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് തന്നെ പോലീസ് വന്ന് ശരത്തുമോനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊന്നും ഞാൻ കരുതുന്നില്ലേ. ആ നശിച്ച വക്കീൽ അവളുടെ കൂടെയുണ്ട്, ആ സിദ്ധു. അതാ എനിക്ക് പേടി. എന്തായാലും അവര് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ.